no answer to my questions. That's why you're അല്ല അല്ലല്ല സന്ദീപ് മറുപടി പറയാൻ തയ്യാറാണ്. സന്ദീപ് മറുപടി പറയാൻ തയ്യാറാണ്. സന്ദീപ് ഇരുന്ന് മറുപടി പറയൂ. സന്ദീപ് മറുപടി പറയൂ. പേടിച്ചിട്ട് പോവാ. അങ്ങനെയല്ല ക്ഷമ അങ്ങനെയല്ല. അല്ലേ സന്ദീപ് ഈ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലല്ല ഞാനാണ് അവർക്ക് അവസരം കൊടുത്തത് മറുപടി പറയാൻ. അല്ല ഞാൻ അല്ലല്ല അങ്ങനെയല്ലോ ആ സമയത്ത് അല്ലല്ല ക്ഷമ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചർച്ചയ്ക്ക് പറഞ്ഞപ്പോൾ സന്ദീപിനെയാണ് ഞാൻ ആദ്യം വിളിച്ചത്. രണ്ടാമത് കോൺഗ്രസ് ആരാണെന്ന് ചോദിച്ചു. കോൺഗ്രസ്സുകാർ തന്നിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞു. കാർഡ് അയച്ചു തന്നപ്പോൾ അതിൽ ക്ഷമയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു ക്ഷമയാണെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു എന്ന്. ശരിയാണ്, താങ്കൾ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ വരില്ല എന്ന് താങ്കൾ പറഞ്ഞില്ല. എന്നാൽ ഇരുന്ന് മറുപടി പറയൂ. അല്ലല്ല ഇത് പരസ്പരം തർക്കിക്കേണ്ട ഒരു കാര്യമല്ല. താങ്കൾ ഇരുന്ന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. നമ്മള് മോള് വിചാരിച്ച പോലും അല്ല മറുപടി പറഞ്ഞിട്ട് പോകൂ. സന്ദീപ് മറുപടി പറയൂ. നമ്മൾ അങ്ങനെ പിണങ്ങി പോകേണ്ട ആളുകളല്ല. അതുകൊണ്ടാണ് ക്ഷമ. സന്ദീപ് മറുപടി പറയും. മാത്രം ഞാൻ സംസാരിക്കും. ക്ഷമ കുറച്ച് സമയം. നിങ്ങളുടെ ഇത്തരത്തിലുള്ള എന്താ പറയുക ഇത് കേൾക്കാനല്ല ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞല്ലോ ജനാധിപത്യപരമായ രീതിയിൽ എത്രയോ ഹീറ്റഡ് ആയിട്ടുള്ള ഡിബേറ്റുകളിൽ നമ്മൾ ഇടപെടാറുണ്ട്. നമുക്ക് ആർക്കും ഒരു വിഷയമില്ല. പക്ഷെ അതിനൊക്കെ ഒരു എന്താ പറയുക കോർട്ടസിയും അതിനൊക്കെ ഒരു മര്യാദയും ഉണ്ട്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു പുട്ടിന് വീര പോലെ പറയുന്നതിന് അത് പരിഹരിച്ചു. ഞാൻ പറഞ്ഞല്ലോ അതേന്ന്. ശരി ഷാജിയേട്ടാ നിങ്ങൾക്ക് മര്യാദ ഇല്ല എന്നുള്ളത് 100 തരമല്ലേ? നിങ്ങൾക്ക് മര്യാദ എന്നത് നിങ്ങളുടെ എന്താണ് 7 അയൽപക്കത്തു കൂടി പോയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പെരുമാറില്ല. അങ്ങനെ ചെയ്യരുത് ക്ഷമ. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ജനാധിപത്യപരമായ പ്ലാറ്റ്ഫോം. മറുപടി അല്ല സന്ദീപ് പറഞ്ഞതിന് മറുപടി പറയാൻ അവസരം ഞാൻ തന്നതാണ്. ഇനി സന്ദീപ് പറയട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളാരാണ് എന്റെ വ്യക്തിത്വത്തിന് മാർഗിടാൻ? നിങ്ങളാരാണ് ശ്രീമതി ഷമ മുഹമ്മദ്? നിങ്ങൾക്ക് അതിന് ആരും ലൈസൻസ് മനസ്സിലായല്ലോ. എന്താണിത്?